ബിഗ് ബോസ് മലയാളം സീസൺ 8 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കോമണേഴ്സിന് കുറേയധികം അഡ്വാൻറ്റേജുകളും കുറേയധികം കോമണേഴ്സിന് ഈ ഷോയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു അവസരമാണ് ബിഗ് ബോസ് നൽകുന്നത്. പക്ഷേ ആ ഒരു അവസരത്തോടൊപ്പം അവർക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കളിയിൽ പറ്റാവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. അവർക്ക് വരാൻ പോകുന്ന പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കാത്തിരുന്ന് കാണാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. പുതിയ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒന്നിൽ കൂടുതൽ ആങ്കർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് മെയിൻ ആങ്കറായിട്ട് നമ്മുടെ ലാലേട്ടൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം മറ്റൊരു സെഗ്മെൻറ്റ് വരുന്നുണ്ട്, അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. ആ ഒരു സെഗ്മെൻറ്റ് ചിലപ്പോൾ ലാലേട്ടനായിരിക്കും ആങ്കർ ചെയ്യാൻ പോകുന്നത്. അതിന് ഏഷ്യാനെറ്റ് ചിലപ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ചിലപ്പോൾ പുതിയ ഒരു സിനിമ സ്റ്റാറിനെയോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഫേമസ് ആയിട്ടുള്ളൊരു ടെലിവിഷൻ ആങ്കറെയാണോ പരീക്ഷിക്കാൻ പോകുന്നതെന്ന് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ആബ്സെൻസ് ഈ സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസണിൽ എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകൾ മൂലം ലാലേട്ടന് വരാൻ കഴിയാത്ത ചില എപ്പിസോഡുകളിൽ ഇവരെ പരീക്ഷിക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. അഗ്നിപരീക്ഷയിൽ ഇവരെ പരീക്ഷിച്ച് എങ്ങാനും അത് സക്സസ് ആയി കഴിഞ്ഞാൽ പതുക്കെ ലാലേട്ടൻ്റെ ആബ്സെൻസ് വരുന്ന ഘട്ടങ്ങളിൽ ഇവരെ ചിലപ്പോൾ പരീക്ഷിക്കാവുന്നതാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ മറ്റ് ലാംഗ്വേജുകളിലൊക്കെ അത് കണ്ടതുമാണ്. ഒരു പ്രാവശ്യം ലാലേട്ടന് പകരം കമൽഹാസൻ വന്നിവിടെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷണം കൂടി ആയിട്ടാണ് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ഇതിനെ കാണുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒന്നും കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസല്ല. എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ന ആങ്കറാണ് അതിലെ ഒരു മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. പക്ഷേ മറ്റൊരാളെ പരീക്ഷിച്ച് ലാലേട്ടൻ്റെ അത്രയും വന്നില്ലെങ്കിലും ജനങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ബിഗ് ബോസ് ടീമിന് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ലാലേട്ടനും ചിലപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ചില ഷൂട്ടിംഗ് തിരക്കുകളോ അല്ലെങ്കിൽ മറ്റ് ബിസി ഷെഡ്യൂൾ കാരണം വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സമയം ഈ ആങ്കറെ വെച്ച് വേണമെങ്കിൽ അവർക്ക് കവർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലെല്ലാം ലാലേട്ടന് ട്രാവൽ ചെയ്യേണ്ടി വന്ന സമയങ്ങളിൽ ലാലേട്ടൻ അത് ആ ഒരു എക്സ്കേർഷൻ അല്ലെങ്കിൽ പുള്ളി ഒരു വെക്കേഷൻ ട്രിപ്പിന് പോയിട്ട് അവിടെയും ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ട് പുള്ളി സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലാലേട്ടൻ്റെ വെക്കേഷൻ മോഡിലേക്ക് വിട്ടിട്ട് പുതിയ ഈ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അവർ പരീക്ഷിക്കാൻ പോകുന്ന ആങ്കർ ആരാണെങ്കിലും ജനപ്രിയൻ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതി പിടിച്ച് പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണോ എന്നറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ ആങ്കറുകൾ ഈ സീസണിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി ബാക്കിയെല്ലാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു 100% ന്യൂസൊന്നുമല്ല, നമുക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് ബിഗ് ബോസാണ് തീരുമാനിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് തീരുമാനിക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.